മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും കരുണയും വെളിപ്പെടുത്തുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2725 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: ഒരാൾ എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, എന്തെന്നാൽ അയാൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നു. ഇന്ന് ജയ്പൂർ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നേഴ്സുമാരുടെ പ്രാർത്ഥന ജീവിതത്തിലൂടെ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ദൈവം ഒരു പ്രാർത്ഥനയാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാണ് ചേച്ചി വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടെങ്കിലും നമുക്ക് ഷാലോം പ്രേക്ഷകർക്ക് വേണ്ടി നമ്മെ ഒന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായും. എൻ്റെ പേര് ആലിസ് ജോർജ്. ഞാൻ കോട്ടയം ജില്ല കട്ടച്ചിറ സെൻറ് മേരീസ് ചർച്ച് ഇടവാംഗമായിരുന്നു. ഇപ്പോൾ ജയ്പൂരിൽ 45 വർഷമായിട്ട് കുടുംബസമേതം താമസിക്കുന്നു. എനിക്ക് ഭർത്താവും 2 മക്കളും അവരുടെ ഭാര്യമാരും 4 കൊച്ചുമക്കളും ഉണ്ട്. ഞാനിപ്പം റിട്ടയറായി വീട്ടിൽ തന്നെയാണ്. എൻ്റെ പേര് ബിൻസി. ആലപ്പുഴ ജില്ല കുട്ടനാട്ടിലെ ലിസി ഇടവക്കാരത്തിയാണ്. ഞാനിപ്പോൾ ജയ്പൂരിൽ എൻ്റെ ഭർത്താവും 2 മക്കളുമായിട്ട് താമസിക്കുന്നു. ഞാനിപ്പോഴും ഇൻ സർവീസിൽ തന്നെയാണ്. ബിൻസിയുടെ ചെറുപ്പകാലത്തിലെ വിശ്വാസ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചെറുപ്പകാലത്തെ വിശ്വാസ ജീവിതം അമ്മച്ചിയുടെ അച്ചാച്ചൻ്റെ കയ്യിൽ തന്നെയാണ് എനിക്ക് കുർബാനയെക്കുറിച്ചുള്ള അർത്ഥങ്ങളും ഉപവാസവും പ്രാർത്ഥനയൊക്കെ നല്ലതായിട്ട് തന്നെ ഞങ്ങളെ ചെയ്യിപ്പിച്ചു വന്നു. അതിന് കുർബാന കൈക്കൊണ്ടതിന് ശേഷമാണെങ്കിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭക്തിപൂർവ്വം എനിക്ക് ചെയ്യാനായിട്ട് ദൈവം എന്നെ കൈപിടിച്ച് ഇപ്പോഴും നടത്തുന്നു. എനിക്കും ചെറുപ്പത്തിൽ തന്നെ വിശ്വാസ ജീവിതം കിട്ടിയിരുന്നു. എൻ്റെ വല്യമ്മച്ചിയാണ് എനിക്ക് വിശ്വാസ ജീവിതത്തിൽ എന്നെ ആഴമാക്കിയത്. വീട്ടിലെന്നും സന്ധ്യാപ്രാർത്ഥനയും രാവിലത്തെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നുകൊണ്ട് കുർബാനയ്ക്ക് പങ്കുകൊള്ളാനായിട്ട് എന്നും പോകുമായിരുന്നു. പിന്നെ ഉപവാസവും ദാനധർമ്മവും ഒക്കെ വല്യമ്മച്ചി എന്നെ കാണിച്ചു തന്ന് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അന്നത്തെ ചെറിയ പ്രായത്തിൽ തന്നെ ആ വിശ്വാസം എൻ്റേത് ആഴത്തിലായിരുന്നു. ചേച്ചി ഇഷ്ടപ്പെട്ട് തന്നെയാണോ ഈ പ്രൊഫഷനിലേക്ക് വന്നത്? അതെ ബിൻസി, എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. കാരണം ചെറുപ്പം മുതലേ നഴ്സിംഗ് ഒരു ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇഷ്ടത്തോടു കൂടെ തന്നെയാണ് വന്നത്. ജയ്പൂരിൽ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ആ ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥൻ ക്രിസ്ത്യാനി അല്ലായിരുന്നുവെങ്കിലും ക്രിസ്ത്യാനികളോട് ഒത്തിരി ഇഷ്ടമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടാക്കി തന്നിരുന്നു. അങ്ങനെ ആ വിശ്വാസ ജീവിതം കണ്ടിന്യൂ ചെയ്യാൻ പറ്റി എനിക്ക്. ഞാൻ ഇഷ്ടമുള്ളതായിട്ട് തിരഞ്ഞെടുത്തൊരു പ്രൊഫഷൻ അല്ല നഴ്സിംഗ്. അമ്മച്ചിയുടെ അച്ചാച്ചൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ നഴ്സിംഗിലേക്ക് വന്നത്. അതിനുശേഷം നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും നമുക്കൊരു ദോഷമായ ഒരു നിർദ്ദേശം തരത്തില്ലല്ലോ എന്നുള്ള തീരുമാനത്തിൽ ഞാൻ സമ്മതിച്ച് ഞാൻ നഴ്സിംഗ് തന്നെ എടുത്തോളാമെന്ന് സമ്മതിച്ച് അങ്ങനെയാണ് ഞാൻ നഴ്സിംഗിലേക്ക് വന്നത്. അതിനുശേഷം എനിക്കിപ്പം ഇഷ്ടമാണ് നഴ്സിംഗ്. എനിക്ക് ദൈവം തന്നെ തിരഞ്ഞെടുത്ത് തന്ന ഒരു പദ്ധതി തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ നഴ്സിംഗ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലിയായി കഴിഞ്ഞിട്ട് ബിൻസിക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളൊക്കെ ഈശോയെ മഹത്വപ്പെടുത്താനുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഒരു ഉൾപ്രദേശത്തായിരുന്നു. അവിടെ വണ്ടിയൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ഒരു 10-30 വർഷം മുമ്പുള്ള കാര്യമാണ്. വരണ്ട മരുഭൂമി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയ പോസ്റ്റിംഗ് സ്ഥലമായിരുന്നു. അവിടെ വെള്ളം ചോദിച്ചാൽ കിട്ടത്തില്ല, പാല് വേണമെങ്കിൽ കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസരമായിരുന്നു. അങ്ങോട്ട് പോകുന്ന ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ആ വണ്ടി തന്നെ തിരിച്ചു വരുമ്പോൾ ആ വണ്ടിയെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരണം. അങ്ങനെയുള്ള സൗകര്യവും ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതുപോലെ അവിടെ ഞാൻ പറഞ്ഞല്ലോ വണ്ടി അങ്ങോട്ട് പോകുന്ന ആ വണ്ടി തിരിച്ചു വന്നു. അതൊരു വണ്ടി തിരിച്ചു വന്നില്ല. അന്ന് എനിക്ക് ആ ഗ്രാമത്തിൽ തന്നെ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. അന്നേരം ഞാൻ അവിടെ ഒരു ഡെലിവറി എടുക്കാനായിട്ട് അവിടെ അവർ ആശുപത്രിയിലൊന്നും പോയി അങ്ങനല്ല ഒരു ഡെലിവറി ഒന്നും എടുക്കുന്നത്. ഒരു വീടുകളിൽ തന്നെയാണ് ഡെലിവറി എടുക്കുന്നത്. അപ്പോൾ അവിടെ പ്രായമുള്ള ഒരു അമ്മയാണ് ഡെലിവറി എടുക്കാൻ വേണ്ടി എന്നെ വന്ന് വിളിച്ച് ഞാനും അവരുടെ കൂടെ പോയി. അപ്പോൾ അവിടെ ഡെലിവറി എടുക്കാൻ ചെന്നൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും
ഡെലിവറി ആകുന്നില്ല. അപ്പോൾ എനിക്കൊരു ഞാൻ ഈ ഡ്യൂട്ടിയിൽ വന്നതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഒരു ഡെലിവറി ഒന്നും എടുക്കുകയോ അങ്ങനെയൊന്നുള്ള കാര്യം കണ്ടിട്ടില്ല. ട്രെയിനിങ്ങിൽ പഠിച്ചെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അവിടെ നിന്ന് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടും ഡെലിവറി ആകാഞ്ഞപ്പോൾ എനിക്കൊരു ഭയം പോലെ തോന്നി. ഞാൻ ഏതായാലും ധൈര്യം അവലംബിച്ച് ഞാൻ വെളിയിലിറങ്ങി അവരുടെ ഭർത്താവിനോടും അവരുടെ അപ്പനോടും ഒക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ഈ ഡെലിവറി ഇവിടെ നോർമലായിട്ട് നടക്കുമെന്ന്, നമുക്കൊരു ആശുപത്രിയിലോട്ട് കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അവർ കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഈ അമ്മ തന്നെയാണ് അവരുടെ എല്ലാവരുടെയും ഇവിടെ മൂത്തവരുടെയൊക്കെ ഡെലിവറി ഇങ്ങനെ വീട്ടിൽ തന്നെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല, നടന്നോളൂ എന്നുള്ള ഒരു അഭിപ്രായത്തിൽ അവർ. ഞാനും പറഞ്ഞു ശരി എന്നാൽ കുറച്ച് നേരത്തേക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഞാൻ തിരിച്ചകത്ത് കയറി ഡെലിവറിയോട് അവരുടെ കൂടെ സഹകരിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ആകാഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ടെൻഷൻ പോലെ ആയി. ഞാൻ അവരോടത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു മിനി ട്രക്കുണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അതുകൊണ്ട് ഞങ്ങൾ ഒരു 2-2.5 മണിക്കൂർ ഓടിച്ച് ഒരു ഹോസ്പിറ്റലിലെത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ എന്നോട് ചോദിച്ചു, ഇത്രയും ഇതായിട്ടാണ് കുഴപ്പമാക്കിയിട്ടാണ് കൊണ്ടുവരുന്ന ഒരു പേഷ്യൻറ്റിനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. അവർ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ നോക്കി കഴിഞ്ഞ് പറഞ്ഞു നോർമൽ ആകത്തില്ല എന്ന് പറഞ്ഞു. അവർ പിന്നെ തയ്യാറിയെല്ലാം എടുത്തു, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് എടുത്തു. അത് കഴിഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിട്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ 2 ജീവനെ രക്ഷിക്കാൻ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. അന്നേരം അവിടെ കൊണ്ടുചെന്നില്ലായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം സംഭവിക്കുമായിരുന്നു. ഏതായാലും ദൈവത്തിൻ്റെ വലിയ കൃപ അവിടെ ഉണ്ടായെന്നുള്ളതാണ്. ചേച്ചിക്ക് ഒത്തിരി എനിക്ക് അനുഭവങ്ങളുണ്ട്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ ജയ്പൂരിലായിരുന്നെങ്കിലും ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ 1-2 ഞാൻ പറയാം. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സീനിയർ സ്റ്റാഫ്, അതിൻ്റെ മോള് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അതിൻ്റെ തൊണ്ടയ്ക്കൊരു മുഴ വന്നു. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അത് FNAC ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് ക്യാൻസർ പോസിറ്റീവായിട്ടാണ് വന്നത്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. കാരണം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെപ്പോലുള്ള ഒരു കുഞ്ഞാണല്ലോ, അതിനങ്ങനെ വന്ന് എല്ലാവരും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ഞാൻ എപ്പോഴും സർജിക്കൽ വാർഡിലായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതിന് പിറ്റേ ദിവസം ഓപ്പറേഷന് വേണ്ടിയിട്ട് എൻ്റെ വാർഡിൽ തന്നെയാണ് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തത്. അങ്ങനെ അന്നേരം മുതൽ എല്ലാവരും പ്രാർത്ഥനയും ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന് ഓപ്പറേഷൻ തിയേറ്ററിൽ വിടാൻ നേരത്ത് എല്ലാവരും കൂടി അതിൻ്റെ അടുത്ത് നിന്നിട്ട് പ്രാർത്ഥിച്ചാണ് അതിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ വിട്ടത്. എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നു, കുഴപ്പമൊന്നുമില്ലാതെ. 2 ദിവസം കഴിഞ്ഞപ്പം അതിൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു. മത്തായി 21:22 വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു വചനം ശരിയായ രീതിയിൽ കൂടെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ റിപ്പോർട്ട് നെഗറ്റീവായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും അത് ഒത്തിരി സന്തോഷത്തോടെ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. അങ്ങനെ ഈശോയുടെ മഹത്വം ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി. അതുപോലെ വേറൊരു അനുഭവം കൂടെ ഞാൻ പറയാം. എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു HIV പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എല്ലാവരോടും ചോദിച്ചു, ആരും സമ്മതിക്കുന്നില്ലായിരുന്നു. കാരണം HIV എല്ലാവർക്കും പേടിയാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ആരും സമ്മതിക്കുന്നില്ലായിരുന്നു. അവസാനം ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് സമ്മതം തരാമോ? അങ്ങനെ സമ്മതം തരുവാണെങ്കിൽ ഞാൻ ആ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് അതിനെ വിടാമെന്ന് പറഞ്ഞു, ശരിയാക്കി വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അങ്ങ് പേടി വന്നു. എങ്ങനെയാണ് ഇത്രയും ഇതായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ അഡ്മിറ്റ് ചെയ്യുമെന്നുള്ളത്. അങ്ങനെ സമ്മതിച്ചത് കാരണം എല്ലാവർക്കും കുടുംബവും എൻ്റെ കൂടെയുള്ള സ്റ്റാഫിനും എനിക്കുമൊക്കെ കുടുംബവും കുഞ്ഞുങ്ങളും എല്ലാം ഉള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാനങ്ങ് സമ്മതിക്കാതിരുന്നു. എന്നിട്ട് ഞാൻ പല സീനിയേഴ്സിൻ്റെ അടുത്തും അതിനെപ്പറ്റി ആലോചിച്ചു. അന്നേരം അവരെല്ലാവരും പറഞ്ഞു, ഇത് ഒത്തിരി റിസ്ക്കുള്ള കാര്യങ്ങളാണ്, നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്യുക, അല്ലെങ്കിൽ നീ ചെയ്യണ്ടെന്ന് പറഞ്ഞു. സമ്മതിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഡോക്ടർ എന്നെ ഔട്ട്ഡോറിലേക്ക് വിളിപ്പിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത് എന്തിനാ എന്നെ വിളിപ്പിക്കുന്നത് വിചാരിച്ചിട്ട് ഏതായാലും ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം ആ പേഷ്യൻറ്റും അതിൻ്റെ പിതാവും കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ആ ഡോക്ടർ അതിൻ്റെ ആ പേഷ്യൻറ്റിൻ്റെ പിതാവിനോട് പറയുമായിരുന്നു, ഈ സിസ്റ്റർ സമ്മതിക്കുവാണെങ്കിൽ നിൻ്റെ മോനെ ഞാൻ അഡ്മിറ്റ് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ പിതാവ് എൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വന്നു. കാരണം ഒരു പിതാവിൻ്റെ വേദന മകനെ പറ്റിയുള്ള ഒരു വേദന എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് അന്നേരം മനസ്സിലാക്കാൻ പറ്റി. എന്നിട്ട് ഈശോയോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു തരത്തിലൂടെ നിസ്സഹാവസ്ഥയിൽ നിൽക്കുമായിരുന്നു. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് അവിടെ ഒന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അന്നേരം എനിക്കൊരു വചനം കിട്ടി. ഏശയ്യാ 43:5 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആ വചനം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോഴേ ഞാൻ
സന്തോഷിച്ചു. കാരണം സന്തോഷിക്കുകയല്ല, എനിക്ക് ഒരു ആശ്വാസം കിട്ടി. ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ആശ്വാസം കിട്ടി. അപ്പോഴേ തന്നെ ഞാൻ ഡോക്ടറോട് സമ്മതിച്ചു, അഡ്മിറ്റ് ചെയ്തു. പേഷ്യൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്തോളാൻ ഞാൻ അനുവാദം സമ്മതം കൊടുത്തു. ഉടനെ തന്നെ ഡോക്ടർ അതിനെ അഡ്മിറ്റ് ചെയ്തു. അതിൻ്റെ നെക്സ്റ്റ് ഡേ അതിൻ്റെ ഓപ്പറേഷൻ നടന്നു. അതിന് ഒരു കുഴപ്പം കൂടാതെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഡിസ്ചാർജ് ആയിപ്പോയി. പേഷ്യൻ്റ് സുഖമായിരുന്നു. അവിടെ ഒരു സ്റ്റാഫിനും എനിക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല. വിശ്വസിച്ചാൽ മഹത്വം ദർശിക്കുമെന്നല്ലേ നമ്മുടെ ബൈബിൾ വചനങ്ങളിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ മഹത്വം ദർശിക്കാൻ പറ്റി. അതോടുകൂടി എല്ലാവരുടെയും വിശ്വാസം വർദ്ധിക്കുകയും ചെയ്തതാണ്. ബിൻസിക്ക് എന്തെങ്കിലുമൊക്കെ വേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അനുഭവം എന്ന് വെച്ചാൽ ഞാൻ മെഡിക്കൽ കോളേജ് ഗൈനിക് വാർഡിലായിരുന്നു എനിക്ക് ഡ്യൂട്ടി. അതുപോലെ തന്നെ 13 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാഞ്ഞ ഒരു അമ്മ ആദ്യമായിട്ട് കൺസീവ് ആകുക. അന്ന് അവർക്ക് തൈറോയിഡും ബി.പിയുടെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 ദിവസം മുന്നേ വന്ന് കാണിച്ചിട്ട് പോയതാണെന്ന് അവർ പറയുന്നത്. അന്ന് രാവിലെ പിറ്റേ ദിവസം അവർ വന്നപ്പോൾ രാവിലെ തൊട്ട് കുഞ്ഞ് അനക്കമില്ലെന്ന് പറഞ്ഞു. അവർ വന്ന് കാണിച്ചു. ഫീറ്റൽ സോൾട്ട് കിട്ടുന്നില്ലായിരുന്നു ശരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ നമുക്കിതിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അവരെ കൊണ്ട് കൺസൾട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒപ്പിടിക്കാൻ വരുന്നു. അവർ പറഞ്ഞു ഒന്നെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ അമ്മയെ. അപ്പം അവർക്ക് ഒരു 13 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു മാതാപിതാക്കളുടെ വേദന എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിച്ചറിയാവുന്നതേ ഉള്ളൂ. അവർ വളരെ നിസ്സഹായ അവസ്ഥയിൽ വളരെ അവരുടെയൊക്കെ കണ്ണങ്ങ് നിറഞ്ഞു എല്ലാവരുടെയും. അപ്പോൾ അവരത് പറഞ്ഞ് എന്തായാലും നമ്മളാണേലും അങ്ങനെയല്ലേ, അമ്മയെ രക്ഷിക്കുന്നുള്ള ഇതിൽ അവർ ഒപ്പിട്ട് തന്നു. ഞങ്ങൾ കൊണ്ടുപോയി അതിനെ പിന്നെ എല്ലാ ഒരുക്കത്തോടു കൂടി അതിനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഏതാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് വന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഡോക്ടർ എന്നാ പറഞ്ഞു, ഡെലിവറി കഴിഞ്ഞോ, ഓപ്പറേഷൻ കഴിഞ്ഞോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞങ്ങളങ്ങോട്ട് അതിനെ എല്ലാം ഒരുക്കി നിർത്തിയിട്ടേ ഉള്ളൂ, ഇപ്പം അങ്ങോട്ട് വിടുന്നേ ഉള്ളൂ, നിങ്ങൾ വിഷമിക്കാതെ പ്രാർത്ഥിക്കുക. ഡോക്ടറും ഞങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, കുഞ്ഞിനെയും അമ്മയും രക്ഷിക്കണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പേടിക്കണ്ട, പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് വിട്ട്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് വെളിയിൽ വന്ന് പറഞ്ഞ് കുഞ്ഞും അതുപോലെ തന്നെ അമ്മയും സുഖമായിട്ടിരിക്കുന്നു. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ ഒരു കുടുംബം സന്തോഷത്തിലേക്ക് മാറാൻ ദൈവം കരുണ കാണിച്ചു എന്നുള്ള. ഇങ്ങനെയുള്ള അവസരത്തിലാണ് ബിൻസി നമ്മൾ ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ എനിക്കും ഒരു അനുഭവം ഉണ്ട്, ഞാൻ അതും പറയാം. ഞാൻ സർജിക്കൽ വാർഡിലാണല്ലോ എപ്പോഴും ഡ്യൂട്ടി എന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ വാർഡിലൊരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞു. അതിൻ്റെ 2 ആഴ്ചയോളം അതവിടെ കിടന്നു. എന്ന സമയത്ത് അതിൻ്റെ വൂണ്ടെല്ലാം ഹീലായി. പക്ഷേ ആ പേഷ്യൻറ്റിന് ഇടയ്ക്കിടയ്ക്കെല്ലാം അത് ബോധമില്ലാതെയായിപ്പോവും. രാത്രി ഉറങ്ങുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അബ്നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളുമായി. ഡോക്ടേഴ്സ് അത് കണ്ടിട്ട് അതിന് ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്ത് നോക്കി. എല്ലാ ഇൻവെസ്റ്റിഗേഷനും നോർമലാണ്. പക്ഷേ അയാളുടെ ഇത് മാറുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഭാര്യ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സിസ്റ്റർ ആർ യു എ ക്രിസ്ത്യൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞു. നിനക്ക് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ വിശ്വാസം, ഒരു ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി വൈകുന്നേരം വൈകിട്ട് ആഹാരമൊക്കെ കഴിച്ച് ഞാൻ ഷാലോം TV കാണുമായിരുന്നു. ആ TVക്കകത്ത് ആ സമയത്ത് ഒരു ഹീലിംഗ് പ്രെയർ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊരു ഒത്തിരി ഹീൽ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഹീലിംഗ് അവിടെ നടക്കുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് ഞാൻ ഓർത്തു, എന്നോട് രാവിലെ ഒരു പേഷ്യൻ്റ് ഭാര്യ പറഞ്ഞു വിട്ടായിരുന്നല്ലോ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന്. അത് ഞാൻ ഓർത്തു. അന്നേരം തന്നെ വിശ്വാസത്തോടെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചു. നീ എല്ലാവരും സുഖപ്പെടുത്തുന്ന കർത്താവാണല്ലോ, ആ വചനം എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, നിനക്ക് ഈ പേഷ്യൻറ്റിനെ ഇതുപോലെ അവിടെ കിടക്കുന്ന ആ പേഷ്യൻറ്റിനെ സുഖപ്പെടുത്താൻ സാധിക്കുമല്ലോ, നിനക്ക് പറ്റുമെങ്കിൽ അതിനെയും കൂടെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ അവിടെ ചെല്ലുമ്പോൾ ആ പേഷ്യൻ്റ് അവിടെ സന്തോഷവാനായിട്ട് അവിടെ എണീറ്റിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഭാര്യ ഓടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സിസ്റ്റർ നീ ഇന്നലെ പ്രാർത്ഥിച്ചായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അതാ ഇന്നലെ രാത്രി എൻ്റെ ഭർത്താവ് നന്നായിട്ട് ഉറങ്ങി, ഇപ്പം നോക്കിയാൽ സന്തോഷമായിട്ട് അവിടെ എണീറ്റിരിക്കുന്നത് നീ കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു. അത് ദൈവത്തിൻ്റെ ഇടപെടലാണ്, ഞാൻ ആ പ്രാർത്ഥിച്ചതിൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു സ്നേഹമാണെന്ന് പറഞ്ഞു. അവർക്ക് ഒത്തിരി സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ റൗണ്ടിന് വന്നു. ഡോക്ടർ റൗണ്ടിന് വന്നപ്പോഴും ഈ പേഷ്യൻ്റ് സുഖമായിട്ട് അവിടെ ഇരിക്കുന്ന, സന്തോഷിച്ച് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു,
ഇന്ന് നീ നല്ല സുഖമായിട്ടിരിക്കുന്നല്ലോ, ഇനിയിപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ല, നിന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള പ്ലാനിങ് എല്ലാം പ്രോസസ്സ് എല്ലാം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ആ സ്ത്രീ, അതിൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട്, ആ സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, ഇവിടെ അടുത്ത് എവിടെയാണ് പള്ളിയുള്ളത്, ഞാൻ അവിടെ പോയി തിരി കത്തിക്കാമെന്ന് പറഞ്ഞു. തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് നീ ഡിസ്ചാർജ് ചെയ്തിട്ട് പോകും, കാരണം ഈ ഇപ്പം പള്ളി കുറച്ച് ദൂരെയാണ്, നിനക്ക് ഈ സമയത്ത് നിൻ്റെ ഭർത്താവിനെ ഇട്ടിട്ട് നിനക്ക് പള്ളിയിൽ പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ താമസിക്കുന്നിടത്ത് അവിടെയുള്ള അടുത്ത പള്ളിയിൽ നീ വീട്ടിൽ ചെന്നിട്ട് പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരൊത്തിരി സന്തോഷമായിട്ട് അവർ ഡിസ്ചാർജായി പോയി. പിന്നെ ഒരു 8 ദിവസം കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു വന്നു. രണ്ടാമത് ചെക്കപ്പിന് വന്നു. അപ്പോഴും ഞാൻ അവരെ കണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി നന്നായിട്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ അവിടെ കാണാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഒരു കത്തോലിക്ക സ്ത്രീ നമ്മുടെ പള്ളിയിലൊക്കെ നല്ല ആക്റ്റീവായിരുന്ന ഒരാളായിരുന്നു. അവർക്ക് ഇതുപോലെ കുടലിൽ ക്യാൻസർ വന്നു, സ്റ്റോമ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ആ ബാഗൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ എൻ്റെ അടുത്ത് വരുമായിരുന്നു. പക്ഷേ ആ ബാഗിൻ്റെ പേരിൽ അവർക്ക് ഇച്ചിരി മണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടുകാർ, ഭർത്താവില്ലായിരുന്നു, മക്കളും മരുമക്കളും ഒക്കെ അവരെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. ആ ഒറ്റപ്പെടുത്തലിൻ്റെ സങ്കടം അവർ ഈ ബാഗ് ഫിറ്റ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോഴായിരുന്നു എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ അവരോട് അവരെ ഞാനും കെട്ടിപ്പിടിച്ച് കുറച്ച് സാന്ത്വന വാക്കുകളൊക്കെ പറഞ്ഞ് അവർക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വിടുമായിരുന്നു. എന്നിട്ട് അവരുടെ മരുമക്കളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു, അവരെങ്ങനെ ഒറ്റപ്പെടുത്തരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയല്ല, അവരൊത്തിരി സങ്കടത്തിലാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവർ ചെയ്യത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ അവർക്ക് ആഹാരമൊക്കെ അവരെ വേറെ മുറിയിലാക്കി ആഹാരവും എല്ലാം അവർക്ക് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ ഒത്തിരി അവരുടെ ആ സങ്കടം ഞാൻ കണ്ടു മനസ്സിലാക്കി. ഞാനിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് മദർ തെരേസാനെ ഓർമ്മ വരുമായിരുന്നു. കാരണം മദർ തെരേസ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതല്ലേ. അങ്ങനെ മദർ തെരേസ എനിക്കൊരു പ്രചോദനമായി മാറിയായിരുന്നു. എനിക്കും എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ഇതുപോലെ എൻ്റെ ഹസ്ബൻഡിന് നെഞ്ചുവേദന ഉണ്ടായി. 1 മണിയൊക്കെ ആയപ്പോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ഗ്യാസിൻ്റെ മരുന്നും വെള്ളമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരു വചനം കിട്ടി, ജെറമ്യ 17:14, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും, എന്നെ രക്ഷിക്കണമേ, അപ്പം രക്ഷപ്പെടും, അത് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൊന്തയും ചൊല്ലി ഒരു 3-3:30 ആയപ്പോഴത്തേനും ഞാൻ ചേട്ടനെയും ചേട്ടത്തിനെയും ഫോൺ വിളിച്ചു. അവർ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻജിയോഗ്രാഫി ചെയ്ത് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്, ഓപ്പറേഷൻ ചെയ്യണം, ഒപ്പിടാൻ പറഞ്ഞു. അപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞു, നമ്മൾ പെട്ടെന്ന് ഒരു ഇത് എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ കൂടി പോകുന്നതല്ലേ നല്ലതെന്ന്. ഞാൻ പറഞ്ഞു, അത്രയും സമയം എടുക്കുന്നുണ്ട്, വല്ല കുഴപ്പമുണ്ടാവുമോ, വല്ലതും സംഭവിച്ചാലോ എന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞില്ല, നമുക്ക് പെട്ടെന്ന് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചു. അവിടെ ചെന്നപ്പം ഞങ്ങളുടെ ചേട്ടന് പരിചയമുള്ളൊരു ഡോക്ടർ തന്നെയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് എൻജിയോഗ്രാഫി എടുക്കാൻ ചെന്നതും രണ്ടാമത് എൻജിയോഗ്രാഫി എടുത്ത നമ്മുടെ നാട്ടിലെ തന്നെ ഒരു മലയാളിയായിരുന്നു. അവർ എൻജിയോഗ്രാഫി നല്ലതായിട്ട് നോക്കിയിട്ട് എന്നെ അകത്തോട്ട് വിളിച്ചപ്പോൾ എനിക്ക് ഭയമായിരുന്നു പോന്ന് ചെന്ന് നോക്കാനായിട്ട്. എന്തോ ആയിരിക്കും പറയാൻ പോകുന്നതെന്നുള്ളത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞു, എന്തായാലും നമുക്ക് അകത്തോട്ട് പോയി വിളിച്ചല്ലേ, ചെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അദ്ദേഹം എൻജിയോഗ്രാഫി എത്ര ഇതായിട്ടാണ് ശരിയായിട്ട് വന്നിട്ട് ഗ്യാസിൻ്റെ ഇതായിരുന്നു, ഒരു കുഴപ്പമില്ല, ഡോക്ടർ എന്താണോ ട്രീറ്റ്മെൻറ്റ് തന്നത് പ്രോപ്പറായിട്ട് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല, ഭയപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെ ദൈവം എന്നെ രക്ഷിച്ച്, എന്നെ കാത്ത് രക്ഷിച്ചു എന്നുള്ളത്. അതുപോലെ മീൻസ് എനിക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ പേഴ്സണലായിട്ട് വീട്ടിൽ ഞങ്ങളുടെ കൊച്ചുമോൾക്ക് 3 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് അവൾക്കൊരു പനി ഉണ്ടായി. അത് 4 ദിവസം കണ്ടിന്യൂസ് 104-105 ഡിഗ്രിയിൽ പനി ഉണ്ടായിരുന്നു. ഒരു തരത്തിലും ഏത് മെഡിസിൻ കൊടുത്താലും അത് കൊച്ചിന് പിടിക്കുന്നില്ലായിരുന്നു. അവസാനം 4-ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു, ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി, എൻ്റെ ട്രീറ്റ്മെൻറ്റ് ശരിയാകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആരെങ്കിലും സീനിയർ ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഒരു സീനിയർ ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ അന്നേരം തന്നെ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എഴുതി. അതെല്ലാം ഞങ്ങൾ ചെയ്യിപ്പിച്ചു. കഴിഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു, റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും കുറേ റിപ്പോർട്ടെല്ലാം വന്നു. അത് കഴിഞ്ഞ് ആ റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടറിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന്. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനിയും കുറച്ചുകൂടി റിപ്പോർട്ട് വരാനുണ്ടല്ലോ, ഞാൻ ഡെങ്കുവിനും ബ്ലഡ് ടെസ്റ്റ് വിട്ടിട്ടുണ്ട്, അത് പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഡോക്ടറിൻ്റെ പിന്നെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ അന്നേരം തന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത്
വിഷമമുണ്ടെങ്കിലും ഈശോയെ വിശ്വസിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോ അവിടെ എന്തെങ്കിലും ഇത് കാണിക്കും എന്നുള്ള, അത്ഭുതം കാണിക്കും എന്നുള്ള ആ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. വൈകുന്നേരമായപ്പോൾ കൊച്ചിൻ്റെ റിപ്പോർട്ട് വന്നു, അത് ഡെങ്കു പോസിറ്റീവായിട്ട് വന്നു. അത് കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കൊച്ചിന് വേറെ അസുഖങ്ങളൊന്നുമില്ല, ഇത് ഡെങ്കു ആണ്, അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഒന്നും കൂടി അനുഭവിച്ചറിയാനുള്ള ഒരു അവസരം ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ട്രാൻസ്ഫറായി. ഞാൻ ട്രാൻസ്ഫർ ആയ സ്ഥലം എന്ന് വെച്ചാൽ ഒത്തിരി ദൂരെയായിരുന്നു. എനിക്ക് ഡ്യൂട്ടി പോയി വന്ന് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു, വേറൊരു ഡിസ്ട്രിക്റ്റിലായിരുന്നു. അപ്പം ഞാൻ ആ ഡ്യൂട്ടി ജോയിൻ ചെയ്തില്ല. അങ്ങനെ ഒരു 8 മാസം ഞാൻ ഡ്യൂട്ടിക്ക് പോകാതെ വീട്ടിലിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ ജയ്പൂരിൽ തന്നെ എനിക്കൊരു സ്ഥലത്ത് ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന സ്ഥലം അത് തന്നെയാണ്, നല്ലൊരു സ്ഥലമില്ല. അതുപോലെ തന്നെ ആ സമയത്താണ് ഞാൻ നഴ്സസ് മിനിസ്ട്രിയിലോട്ട് വന്നതും. അവരോട് എല്ലാവരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന നല്ല സ്ഥലം എനിക്ക് ദൈവം തിരഞ്ഞെടുത്ത് തന്നു സുഖമായിട്ട്. പിന്നെ അതിനകത്ത് വന്നതിന് ശേഷം ഒത്തിരി ബൈബിൾ വായിക്കാനും വിശ്വാസ ജീവിതം കുറച്ചുകൂടെയൊക്കെ ശക്തിപ്പെടുത്താനും ഒക്കെ എനിക്ക് സാധിച്ചു. പിന്നെ ചേച്ചിയുടെയൊക്കെ സഹായത്തിലും സഹകരണത്തിലാലും സ്നേഹം കൊണ്ട് എനിക്ക് അൾത്താരിലൊക്കെ കയറി ബൈബിൾ വായിക്കാനും ഒക്കെയുള്ള നല്ല അവസരങ്ങളും അതിനുള്ള ധൈര്യമൊക്കെ എനിക്ക് ലഭിച്ചു. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു കൃപയുണ്ടായി. എനിക്ക് നഴ്സിംഗ് കൂട്ടായ്മയിലേക്ക് വന്നതിനോട് ഒത്തിരി പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഒത്തിരി നഴ്സസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ഒത്തിരി നന്നായിട്ട് എനിക്ക് പിന്നെ കൊണ്ടുപോകാൻ സാധിച്ച എല്ലാ കാര്യങ്ങളും. ഞാൻ റിട്ടയർ ആയ സമയത്ത് എല്ലാവരും എന്നോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യും, വീട്ടിലിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ബോറാകത്തില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഇത്ര നാൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും ജോലി ചെയ്തു, ഇനി ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ നഴ്സസ് മിനിസ്ട്രിയിൽ കോർഡിനേറ്ററായിട്ട് എനിക്ക് പിന്നെ കോർഡിനേറ്റർ ആകാൻ സാധിച്ചു. അതുപോലെ പല ഫോർമേഷൻ പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്യാനും അങ്ങനെ എൻ്റെ വിശ്വാസം നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടും എനിക്ക് സാധിച്ചു. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നടന്ന് നമ്മളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത നമ്മുടെ ഈശോയുടെ സ്നേഹത്തിനും കാരുണ്യത്തിനുമായിട്ട് നമുക്ക് നന്ദി പറയാം. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതായി മാറ്റാം. അത് മധുരമായാലും കയ്പായാലും ദൈവകരങ്ങളിൽ നിന്നും നാം അത് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അവയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്കുള്ള കൃപകളാക്കി ദൈവം മാറ്റും. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധിയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.